ഞാൻ ഈ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആരും പരാമർശിക്കാത്ത ഒരാളെ ഞാൻ ഓർക്കുകയാണ്. യേശുവിന് ജന്മം നൽകിയ മാതാവിനെ, മറിയമിനെ, കന്യാമറിയമിനെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് പേരിട്ട് കൊടുത്തത് മറിയമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ, അവരുടെ പേരിൽ ഒരു അധ്യായം ഖുർആനിൽ അവതരിക്കപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ച കന്യാമറിയത്തിന്റെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഥ പറയുമ്പോ ആരാ മറിയം എന്ന സ്ത്രീ എന്ന് പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ. മറിയമിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഗബ്രിയേൽ മാലാഖ മറിയമിനെ തിരുഗർഭധാരണം നടത്താൻ വേണ്ടി വരുമ്പോ, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ് ദൈവകൽപ്പനയാലെന്ന് പറയവേ, മറിയം പറയുന്നുണ്ട്, പരപുരുഷ സ്പർശനമേക്കാതെ എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ, വലം യംസസ്നി ബശറുൻ, ഇതേവരെ ഒരു പരപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ ഏറ്റിട്ടില്ല. എന്റെ ശരീരം അശുദ്ധമല്ല, എന്റെ മനസ്സ് ശുദ്ധമാണ്, എന്റെ ആത്മീയത അത് ശുദ്ധമാണ്. ഞാൻ ഓർമ്മിക്കുന്നു, മറിയമ്മിനെ പോലെ ആത്മീയ ഭാവങ്ങളെ വെറും ആഘോഷങ്ങളുടെ അർത്ഥരഹിതമായ പ്രകടനങ്ങളുടെ പ്രകടഭാവങ്ങളിൽ ദൃശ്യവൽക്കരിക്കുമ്പോൾ മാത്രമല്ല, ആത്മീയതയുടെ ശുദ്ധപാഠങ്ങളെ ആത്മാവിന്റെ ശുദ്ധിയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു അഗ്നിപ്രക്രിയയിലോട്ട് നടന്നു പോകുമ്പോഴാണ് വേദാന്തങ്ങളും വേദപഠനങ്ങളും ഉപനിഷത്തുകളും ഖുർആനുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ കടന്നു പോവുക.